ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ ഒരു ഫോം ഷീറ്റ് കൊണ്ടുള്ള ഹെയർ ബാൻഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ്. പിന്നെ നമുക്ക് ഗ്ലിറ്റർ ടൈപ്പുള്ള ഫോം ഷീറ്റും വേണം. അതിന് ഞാനിവിടെ ഇങ്ങനെ ഒരു ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ 3 ഇങ്ങനെ ഷീറ്റുകൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡാർക്ക് കളറും വെട്ടി വെച്ചിട്ടുള്ളത് ലൈറ്റ് കളറുമാണ്. പിന്നെ അതുപോലെ തന്നെ 4 ലീഫും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു അയൺ ബോക്സ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അയൺ ബോക്സ് ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ച ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ചീത്ത വശം ഈ ഗ്ലിറ്റർ ഇല്ലാത്ത ഇതാണ് ചീത്ത വശം, ഗ്ലിറ്റർ ടൈപ്പ് ഉള്ളതാണ് നല്ല വശം. അപ്പോൾ നമ്മൾ ഈ ഗ്ലിറ്റർ ഇല്ലാത്ത വശം നമ്മൾ ആ അയൺ ബോക്സിലോട്ട് ഇതുപോലെ നല്ല ചൂടായി കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പൊന്തി വരും കേട്ടോ. ഒന്നുകൂടി നേരെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊന്തി വരും. അപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടും, ഒരു കുഴിഞ്ഞൊരു ഷേപ്പ് കിട്ടും. ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ഫോം ഷീറ്റാണ്. ഒന്നുകൂടിയും കട്ടിയില്ലാത്ത തിന്നായിട്ടുള്ള ഫോം ഷീറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അയൺ ബോക്സിൽ നിന്ന് വിട്ട് താഴോട്ട് വീഴുന്നതാണ്. ഇതും വീഴുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് കുറച്ചുകൂടി കട്ടിയുള്ളത് കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം, അയൺ ബോക്സാണ്, ചൂടുള്ളതാണ്, സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ അത് വീണ ഉടനെ തന്നെ നമ്മൾ ഏത് ഷേപ്പിലാണോ നമുക്ക് ഫ്ലവേഴ്സ് വേണ്ടത്, അല്ലെങ്കിൽ എന്തായാലും എന്ത് ഷേപ്പ് വേണ്ടത് വെച്ചാൽ അപ്പം തന്നെ കൈയോടെ ആ ചൂടോടുകൂടി നമ്മൾ ആ ഒരു ഷേപ്പ് ആക്കിയെടുക്കുക. അപ്പോൾ അത് ചൂട് പോയാലും അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതൊന്നും ഇങ്ങനെ കുഴിഞ്ഞു വരും. അപ്പോൾ എന്നിട്ടൊന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് തട്ടിയിടുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ വേഗം ഞാനിപ്പോൾ ഒരു ഇതളിന് മുകളിൽ ഒരു ഇതൾ വരുന്ന രീതിയിലാണ് ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചൂട് പോയാലും അതേപോലെ നമുക്ക് കിട്ടും. കണ്ടില്ല, ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മറ്റേ ആ ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്നല്ലേ ഇതുപോലെയാണ് പെട്ടെന്ന് വീഴുക. അതിങ്ങനെ ഉണ്ടയിട്ട് ഒന്ന് കുഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വീഴും. അപ്പം തന്നെ നമ്മൾ വേഗം ഇതുപോലെ ഒന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇതളിന് മുകളിൽ ഒരു ഇതൾ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫ്ലവർ ചെയ്തെടുക്കാമെന്നാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ഫ്ലവർ എടുക്കുകയാണ്. ആ ഫ്ലവറിൽ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂ ഗണ്ണും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ വെച്ചിട്ടും ഒട്ടിക്കാം കേട്ടോ. പെട്ടെന്ന് ഒട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂ ഗണ്ണാണ് എടുക്കുക. മറ്റേത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുപോലുള്ള ഗ്ലൂ ഗണ്ണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു നമ്മളിപ്പോൾ 3 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിന്നൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത്, ഒരു ഇതളിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഗ്ലൂ ഡ്രൈ ആയി പോവും. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്ലൂ തേക്കേണ്ടി വരില്ലേ. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ അത് ഒട്ടിച്ച് വയ്ക്കണം. പിന്നെ തൊട്ടടുത്ത നമ്മളിപ്പോൾ മുകളിൽ വെച്ചാൽ ആ ഇതളിൻ്റെ മറ്റേ സൈഡിൽ ഇതേപോലെ തന്നെ ഗ്ലൂ തേക്കുക. എന്നിട്ട് മറ്റേ ഇതൾ അതിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതളുകളും ഒന്ന് ചെയ്തെടുക്കണം.
അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും എല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതും മൊത്തത്തിൽ ഇങ്ങനെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതൾ ഞാൻ ഒട്ടിച്ചെടുത്തു കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നടുവിൽ വെക്കാനായിട്ടുള്ള ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതും ഇതേപോലെ ചൂടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ പിള്ളേരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ, കൈ പൊള്ളാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും ചിലപ്പോൾ ഒക്കെ പോരാറുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടി ഗ്ലൂ ഗണ്ണിനെക്കാട്ടി നല്ലത് നമ്മുടെ മറ്റേ ഗ്ലൂ ആണ് കേട്ടോ. B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഗ്ലൂ തേച്ചു. എന്നിട്ട് മറ്റേ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, ഉള്ളിലായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ മുകളിൽ വെച്ച ആ ഫ്ലവറിൻ്റെ ഇതളുകൾ വരുന്ന ആ ഒരു ഭാഗത്ത് കൂടി ഒന്ന് ഇതുപോലെ ഗ്ലൂ ഗണ്ണൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അടിഭാഗത്തുള്ള ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നത്. കണ്ടില്ലേ, അതൊരു ഫ്ലവർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ കുറച്ച് നമ്മൾ അടിയിൽ വെക്കുന്ന ഫ്ലവറിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഗ്ലൂ തേച്ചാലും നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ആദ്യം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തന്നാൽ മതിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഫസ്റ്റ് സെൻറ്റർ ഭാഗത്താണ് ഗ്ലൂ തേച്ചത്. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്കൊരു ഫ്ലവർ കിട്ടിയില്ലേ. ഇനി അടുത്തത് കൂടി നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി ആ മൂന്നാമത്തെ ഫ്ലവർ കൂടി എടുക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, ആ ഇതളുകൾ തുടങ്ങുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ തേച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വേഗം നമ്മൾ സെൻറ്റർ ഭാഗത്തും കുറച്ചാക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ 2 ഇതളുകൾ വെച്ചിട്ട് ചെയ്തില്ലേ, ആ ഫ്ലവറിനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം അത് കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് കുറച്ച് പിപ്സൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ പൂക്കൾക്ക് പൂമ്പടികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴല്ലേ ഈ ഫ്ലവേഴ്സിനൊക്കെ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മറ്റേ ഡാർക്ക് കളർ ഫ്ലവറിൽ ഞാൻ ഒന്നുകൂടി അടുപ്പിച്ചിട്ടാണ് ഒരു മുട്ട് പോലെ വിരിഞ്ഞ് വരുന്നത് പോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചെയ്തതിൽ കുറച്ചുകൂടി കൂടുതൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ലീഫുകൾ ഉണ്ടാക്കിയിട്ടില്ലേ, അതിനെയും ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി പെട്ടെന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ചീത്തവശം അയൺ ബോക്സിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പൊന്തി നിൽക്കണ പോലെയൊക്കെ ലീഫുകൾ ചെയ്തെടുക്കില്ലേ, അതുപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലീഫുകൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയായിട്ടുണ്ടാവുക. കണ്ടില്ലേ, ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു പൊന്തി നിൽക്കുന്ന ഒരു ഷേപ്പ് പോലെയാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആ പിപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പേൾസാണ് കേട്ടോ എടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള പേൾസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതൊരു എൻ്റെ അടുത്തുള്ളത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള വലുപ്പത്തിലുള്ള മുത്തുകളാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ വയർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആ വയറിനെ ഒന്ന് കുറച്ച് നീളത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. ഒന്ന് കുറച്ചൊന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെയൊക്കെ ലോങ് ആയിട്ടുള്ള വയറിൽ ഒന്നുകൂടി ഒരു അറ്റത്ത് കൂടി ഒരു മുത്തുകൂടി ഇട്ട് കൊടുക്കുക.
ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അതേ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പിപ്സ് വേണം എന്ന് നമുക്ക് നോക്കിയിട്ട്, ഇനി ചിലവർക്ക് 2 മതിയെങ്കിൽ 2 മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ചെയ്തെടുക്കുന്നുണ്ട്. 4, 5, 6 അല്ലെങ്കിൽ 1, 2 എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതേപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അറ്റത്ത് കൂടി ഒരു വൈറ്റ് പേള് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ 4 ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇതുപോലെയായിട്ട് നമുക്കിപ്പോൾ ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ മറ്റേ കമ്പിയുടെ അറ്റമായിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ലെങ്ത്ത് വരുന്ന രീതിയിൽ ഒന്ന് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി വന്ന കമ്പി കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 4 ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാലേ, ഞാനിപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒന്ന് കൂടിയിരിക്കുന്ന ആ ഫ്ലവറിലാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ അത്ര മതി കേട്ടോ. നല്ല വിരിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിന് ഒരു ഓട്ടയേക്കാൻ വേണ്ടിയിട്ട്, കമ്പി ഉള്ളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കൂർത്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഒരു ഓട്ടയാക്കി എടുക്കുക. എന്നിട്ട് ഈ കമ്പീനെ ഒന്ന് മെല്ലെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വലിക്കുക. ഇപ്പോൾ കണ്ടില്ല, ഇതുപോലെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ കമ്പീനെ ഒന്നുകൂടി നല്ല വലിച്ചിട്ട് അവിടെ തന്നെ ഇതിനെ ഒന്ന് ചുറ്റി വയ്ക്കുക കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിനെ ഒന്ന് അവിടെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് അവിടെ ചുറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫ്ലവറിലൊന്നും നമുക്കിനി ചെയ്യാനില്ല. ഇനി നമുക്ക് മറ്റേ ഫ്ലവർ കൂടിയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മറ്റേ ഫ്ലവർ കൂടി ഇതുപോലെ പിപ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് മുകളിലോട്ടായിട്ട് ആ പിപ്സ് നിൽക്കുന്നത്, അത് കറക്റ്റ് ഉള്ളിലോട്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കാണാൻ വേറെ ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഫ്ലവറിൻ്റെ അടിയിൽ ഒരു സൈഡിലായിട്ട് ഒന്ന് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഗ്ലിറ്റർ ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു 2 ലീഫ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ 2 ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഫ്ലവറിലും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ഫ്ലവേഴ്സിലും ഇതേപോലെ ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ. ഇനി നമ്മൾ 2 ഫ്ലവേഴ്സും കൂടി ഒരൊറ്റ ഫ്ലവർ ആക്കാൻ പോവുകയാണ്. അതിനെ ഇതുപോലെ നമ്മൾ ലീഫ് വരാത്ത ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മറ്റേ സൈഡ് ഒന്ന് ഇതുപോലെ, മറ്റേ ഫ്ലവറിൻ്റെ ലീഫ് വരാത്ത ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ആ ഷേപ്പ് തന്നെ വരുന്ന രീതിയിൽ ഇങ്ങനെ രണ്ട് വശത്തും നമ്മുടെ ലീഫും വരും, സെൻറ്റർ ഭാഗത്ത് ഫ്ലവറും വരും. ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലൊരു ഷേപ്പിൽ ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ കമ്പിയൊക്കെ വെച്ചത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിപ്സ് നേരത്തെ ഉണ്ടാക്കിയതുപോലെ കുറച്ചുകൂടി നീളത്തിൽ ഒരു 5 പിപ്സ് വെച്ചിട്ട് ഒരൊറ്റ കമ്പിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 2 അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ വെക്കാനായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫ്ലവറിന് ഇതുപോലെ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ സെൻറ്റർ ഭാഗത്ത്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള കമ്പീനെ ഒന്നുകൂടി ഇതുപോലെ മടക്കി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അവിടെ പിപ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുമ്പോൾ അത് ഒന്നുകൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ബാക്കി വരുന്ന കമ്പിയുടെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കമ്പീനെ ഇപ്പുറത്തോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് അവിടെ ഒന്നും കൂടി നിൽക്കാനായിട്ട് പ്രസ് ചെയ്ത് കറക്റ്റ് അവിടെ ഒട്ടി നിൽക്കാനായിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഗ്ലൂ ഗണ്ണൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പശയുണ്ടല്ലോ, നമ്മുടെ B7000 ആ പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ പഴയ ഹെയർ ബാൻഡ് ആയതുകൊണ്ട് അതിന് നമുക്ക് പുതിയതാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് തുണിയിൽ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആ ഹെയർ ബാൻഡിലോട്ട് ഇതൊന്ന് കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാവാടയ്ക്കൊക്കെ വള്ളി തയ്ക്കില്ലേ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫസ്റ്റത്തെ ഹെയർ ബാൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ പോയി കണ്ടു നോക്കുക, ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ എന്നിട്ട് ഞാനത് ബാക്കി വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് സിസർ ലൈറ്റർ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഹെയർ ബാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഹെയർ ബാൻഡിലോട്ട് നമ്മുടെ ഫ്ലവറെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് കൂടി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇതുപോലെ ഞാൻ ഇനി ഈ പശയാണ് കേട്ടോ തേക്കാൻ പോകുന്നത്. മറ്റേ ഗ്ലൂ ഗണ്ണിനെക്കാട്ടി നല്ലത് ഇതാണ്. കുറച്ച് താമസം ഉണ്ടെങ്കിലും ഒട്ടാൻ കുറച്ച് താമസം ഉണ്ടെങ്കിലും ഇതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കേട്ടോ ആ ഫ്ലവറിൻ്റെ. എന്നിട്ട് ആ ഹെയർ ബാൻഡിൻ്റെ അടിയിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആ ഫെൽറ്റ് ഷീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാൻ നമ്മൾ വെക്കുക കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടു നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ സിമ്പിളായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പല ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ട് നമുക്ക് ഓരോ ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഴയ ഹെയർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും വലിച്ചളയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതുപോലെ പുതിയതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതേപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.